വാർത്തകളിലേക്ക് സ്വാഗതം. റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥയാണെന്ന് വിശ്വസിപ്പിച്ച് 3 കോടിയോളം രൂപ തട്ടിയ യുവതി അറസ്റ്റിൽ. നിലമ്പൂർ അകമ്പാടം ആറങ്കോട് തരിപ്പയിൽ ഷിബിലയെയാണ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ ചന്തക്കുന്നിലെ മൊബൈൽ ഷോപ്പിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. മമ്പാട് സ്വദേശി പൈക്കാടൻ ഹനാനെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ട്രെയിനിൽ എറണാകുളത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പ്രതി പിടിയിലായത്. മോഷണ വസ്തുക്കൾ ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ റിമാൻഡ് ചെയ്തു. ട്രെയിനിൽ വിളയാട്ടം നടത്തിയ മദ്യപാനി സ്കൂൾ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുകയായിരുന്ന വിദ്യാർത്ഥികളുടെ ബാഗുകൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ചതുപ്പിലെ ചെളിയിൽ വീണ ബാഗുകളിൽ ഉണ്ടായിരുന്ന മത്സരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം നശിച്ചു. കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലാണ് സംഭവം ഉണ്ടായത്. മറ്റു യാത്രക്കാർ ഇടപെട്ട് ഇയാളെ തടഞ്ഞുവയ്ക്കുകയും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ RPF കൈമാറുകയും ചെയ്തു. വള്ളിക്കുന്ന് KK കൊടക്കാട് ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ P ഉബൈദുള്ള MLA ഉറപ്പ് നൽകി. സെക്രട്ടേറിയറ്റിൽ മന്ത്രിയുടെ ചേംബറിൽ നടന്ന ചർച്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റു. ബൈക്കിൽ വീട്ടിലേക്ക് പോകുകയായിരുന്ന തെയ്യാലുങ്ങൽ സ്വദേശി തെരുവത്ത് ഷിമിലിനാണ് പന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. കൊണ്ടോട്ടി അരീക്കോട് റോഡിൽ വെച്ച് ചെപ്പിക്കുന്ന് മലയിൽ നിന്ന് വന്ന പന്നി യാത്രികനെ ആക്രമിക്കുകയായിരുന്നു. മാലിന്യ കൂമ്പാരമായി കടലുണ്ടിക്കടവ് അഴിമുഖ പ്രദേശം. കടലുണ്ടിക്കടവ് പാലത്തിന്റെ തൂണിനോട് ചേർന്ന് രൂപം കൊണ്ട മണൽത്തിട്ടയിലാണ് വൻതോതിൽ മാലിന്യം അടിഞ്ഞുകിടക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, മദ്യക്കുപ്പികൾ, കവറുകൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. പരപ്പനങ്ങാടിയിൽ കൃഷിഭവനിൽ ഓഫീസർ ഇല്ലാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞതോടെ കർഷകർ ദുരിതത്തിൽ. നിലവിലെ ഓഫീസർ നവംബറിൽ സ്ഥലം മാറിപ്പോയതിന് പകരം വരേണ്ടയാൾ ഇതുവരെ ചുമതലയേറ്റിട്ടില്ല. പരപ്പനങ്ങാടി കാർഷിക ബ്ലോക്കിലെ ഏറ്റവും കൂടുതൽ കർഷകരുള്ള ഓഫീസിൽ കൃഷി ഓഫീസർമാർ യഥാസമയം എത്താത്തതിനാൽ കർഷകർ കടുത്ത പ്രയാസത്തിലാണ്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.